നമുക്കറിയാം പൊഴുതനയിൽ ഏറ്റവും കൂടുതലായിട്ട് കർഷകരും കർഷക തൊഴിലാളികളും തോട്ടം തൊഴിലാളികളാണുള്ളത്. രാവിലെ ഒന്നും ജോലിക്ക് പോകാൻ പറ്റാത്ത സ്ഥിതിയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ പരിഭ്രമമായിട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ കുട്ടികൾക്ക് മദ്രസ് പോകാനൊന്നും രാവിലെ സാധിക്കാൻ നമ്മളെ മദ്രസിലേക്കൊക്കെ പോകുന്ന കുഞ്ഞു മക്കളെ വരെ പേടി സ്വപ്നമാണ്. അതുകൊണ്ട് ഇപ്പോൾ മിഞ്ഞാന്ന് ഇയാളെ പശുവിനെയാണ് നമ്മളെ മറ്റേ അച്ചൂര് പ്രദേശം ഈ പാടികളിൽ താമസിക്കുന്ന സ്വന്തമായിട്ട് വീടില്ലാത്ത ആളുകളെ പാടികൾ താമസിക്കുന്ന ജീവിതമാർഗത്തിനായിട്ടുള്ള പശുവിനെ വരെ പുലി പിടിച്ചു. അങ്ങനത്തെ ഒരു രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന് നമ്മൾ പറയുന്നത് അടിയന്തരമായിട്ട് സർക്കാർ ഇടപെട്ടുകൊണ്ട് ഇതിന് ശാശ്വതമായ പരിഹാരം കാണണം. പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് തോട്ടം തൊഴിലാളികൾ ഇതിന് പ്രക്ഷോഭത്തിന് ഇറങ്ങുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെ പശുവിനാണ് പിടിച്ചത്. മിനിയാന്ന് ഒരു 10:30 ഉള്ളിലായിട്ടാണ് പശുവിനെ പിടിച്ചത്. അന്നേരം പശുക്കൾ കരഞ്ഞ സമയത്താണ് ഞങ്ങൾ ഓടി അറിഞ്ഞു വന്നപ്പോഴാണ് ഞങ്ങൾ കാണുന്നത്. വന്ന് പശുക്കുട്ടി ചത്തു, ഒന്നിനെ പരിക്കേൽപ്പിച്ചു. ഈ പിറ്റേന്ന് ഒരു 11:30 മണിയോട് കൂടെയാണ് അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴിഞ്ഞ് എന്നിട്ട് പോലും വന്നു പോയി. പിന്നെ പുലിയും കാര്യങ്ങളൊന്നും വന്നില്ല. ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് ഇപ്പോൾ അവിടെ. അപ്പം ഒരു പശു മരിക്കുകയും ചെയ്തു, ഒന്നിനെ ആക്രമിച്ചതിന് പരിക്ക് പറ്റിയ പശു ഇവിടെ വീട്ടിലുണ്ട്. ആ വീട്ടിലുണ്ട്. അത് അവിടെ തോറ്റുന്നല്ല, വീട്ടിൽ കൊണ്ടുപോയി കെട്ടിക്കുക. ഒരു കുട്ടിയാണ്, കുട്ടി പശു. ഇടിയംവയൽ പ്രദേശത്ത് അതേമാതിരി തന്നെ 22-ല് അതേമാതിരി തന്നെ വേങ്ങാത്തോട് പ്രദേശത്തൊക്കെ ആളുകൾ കണ്ടു എന്നുള്ള ആകെ പരിഭ്രമമാണ്. അച്ചൂർ പ്രദേശത്തൊക്കെ ഈ തോട്ടമേഖലയായ ഈ പ്രദേശത്തൊക്കെ രാത്രി മൂത്രമൊഴിക്കാൻ വരെ ഈ ആളുകൾക്ക് പുറത്തിറങ്ങാൻ വയ്യാത്ത ഒരു പേടി സ്വപ്നമാണ്. അടിയന്തരമായിട്ട് ഇതിന് സർക്കാർ ഇടപെടണം. സർക്കാർ ഇടപെട്ടുകൊണ്ട് ഇതിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പൊ അതിന് വേണ്ട ഇയാളുടെ നഷ്ടപ്പെട്ട പശുവിന് അതിന്റെ നഷ്ടപരിഹാരം ഉടൻ തന്നെ ഈ സർക്കാർ ഇടപെട്ടുകൊണ്ട് അതിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിന്റെ ജീവിതമാർഗമായിട്ടുള്ള ഒരു പശുവാണ്. ആ പശുവിന് ഒരു സേഫ്റ്റി ഉടൻ തന്നെ ഒന്നില്ലെങ്കിൽ അയാളെ ജീവിത പ്രശ്നം ഒന്ന് സുരക്ഷിതമാക്കാനുള്ള ഒരു നടപടിയുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകണമെന്നാണ് നമുക്ക് പറയാനുള്ളത്.